ഇതേ കണ്ടില്ലേ, നമ്മളിപ്പോ രാജസ്ഥാനിലേക്ക് കേറി. കിലോമീറ്ററുകളായിട്ട് ഇതേ രണ്ട് സൈഡും മരുഭൂമിയാണ്. കണ്ടില്ലേ, പൊരിഞ്ഞ വെയില്, നല്ല വെയില. ഇവിടെ ഇപ്പൊ ഡിഗ്രി 45. അപ്പൊ ഞങ്ങളുടെ വഴി കേറി. വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് 53 ഫാമിലി ട്രാവലോഗ്. ഞങ്ങൾ ഇതേ ഇപ്പോ അമൃത്സറിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ സ്ട്രെയിറ്റ് ടു രാജസ്ഥാൻ. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചിട്ടോ. ഇത് കണ്ടില്ലേ, KL5 നമ്മുടെ റൂമിന്റെ വാതിക്കയില് പാർക്ക് ചെയ്ത ശേഷമാണ്. ഇനി ഇവര് ഇവിടെയാണോ റൂം എടുത്തത് നമുക്ക് അറിയത്തില്ല. ഇതും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുന്ന ഒരു ഫാമിലിയാണ്. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ അച്ഛനും അമ്മയും 2 മക്കളും കൂടെ ഫുള്ള് സെറ്റാണ് വണ്ടി. കണ്ടില്ല ഞങ്ങളെ ആൾക്കാരാ, ഇവിടെ ഉണ്ടോന്നും അറിയത്തില്ല. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ഇപ്പൊ ഇവിടുന്ന് രാവിലെ ഇറങ്ങണേണ്. അപ്പൊ കണ്ടതാണ് കാഴ്ച. അങ്ങനെ നമ്മളിപ്പോ നേരെ പോകുന്നത് രാജസ്ഥാനിലേക്കാണ്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് നോക്കണം. അവിടെ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതോ നമുക്കിപ്പോ എല്ലാവർക്കും പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് കാരണം എല്ലാവർക്കും വയ്യാണ്ടായി. ഇപ്പൊ കാശ്മീരിൽ അത്രയും തണുപ്പിന്ന് ഇവിടെ വന്നപ്പോ നല്ല ചൂട്. അപ്പൊ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് നമുക്ക് പറ്റിയില്ല. ഇപ്പൊ എല്ലാവർക്കും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണേണ്. അപ്പൊ നോക്കട്ടെ, എന്തായാലും രാജസ്ഥാൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും ആ റൂട്ടാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ബാക്കിയുള്ള വീഡിയോയിൽ കാണാം. 5025 കിലോമീറ്റർ അല്ലേ നമ്മളിപ്പോ ടോട്ടൽ ഓടിയേക്കണത്. ഇതാണ് റിയൽ പഞ്ചാബിന്റെ ഭംഗി. കണ്ടില്ലേ, 2 സൈഡും പാടം, ഗോതമ്പ് പാടങ്ങളും നടുക്കൂടെയുള്ള റോഡും. ഇതാ രസം നോക്കി, ഇങ്ങനെ നീണ്ടു കിടക്കണേണ് ഈ റോഡ്. നേരെ അങ്ങോട്ട് രാജസ്ഥാൻ വരെ സ്ട്രെയിറ്റ് റോഡാണ്. രാവിലെ എല്ലാവരും ജോലിക്ക് പോണതിന്റെയും കുട്ടികളെ സ്കൂളിലാക്കണതിന്റെയും ഒക്കെ തിരക്കിലാണ്. ആ റോഡ് തന്നെ എന്താ ഭംഗിയല്ലേ, 2 സൈഡ് ആ മരങ്ങൾ നിക്കണ കണ്ടിട്ട്. കണ്ടെത്താ ദൂരത്തോളം. ഇത് കണ്ടില്ലേ, 2 ജെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നല്ല അടിപൊളി വ്യൂ. ഇത് ശരിക്കും ജെറ്റ് എന്ന് നമ്മൾ പറയണ മറ്റേ എയർ ബസ്, വലിയ ഇതല്ലേ, ഫ്ലൈറ്റ് അല്ലേ ഇത്. ഇവിടെ പോയി കാണില്ല. ചെക്ക് പോസ്റ്റ് ആയിട്ടില്ല നമ്മുടെ. പഞ്ചാബ് ഇനിയുണ്ടല്ലോ. കുതിരകളെ കൊണ്ടാണ്, കണ്ടില്ലേ. ഇത് മറ്റേ ഡാം പോലെ എന്തോ ആണ്, ബണ്ടാണെന്ന് തോന്നുന്നു. അവിടെ മൊത്തം കെട്ടി വെച്ചിട്ടുണ്ട്. അവിടുന്ന് വെള്ളവും വിടുന്നുണ്ട്. പഞ്ചാബിൽ കോടമഞ്ഞ്. എന്റെ പൊന്നെ, എന്താ പൊടി നോക്കിയേ. വണ്ടികൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടുണ്ട്. ഒരു സാധനം തന്നെ കേട്ടോ, വൈക്കോലാണ് ഫുള്ള്. ഇതിന്റെ പുറകെ പോണ വണ്ടികൾക്കൊക്കെ പണിയാണ്. ഫുള്ള് വൈക്കോൽ ഇങ്ങനെ പറന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. കണ്ടില്ലേ പൊടി. 2 വീലറിൽ പോകുന്നവർക്കൊക്കെയാണ് പണി. ഒരു ആക്സിഡന്റ് നടന്നേക്കണ്ടില്ലേ ഇവിടെ. 2 കണ്ടെയ്നറും കൂടെ വന്നു. മറ്റേ ഫസ്റ്റത്തെ കണ്ടെയ്നർ പൊടിഞ്ഞു പോയി ഫ്രണ്ടില്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അമൃത്സർ ജന്മനഗർ ഹൈവേ എക്സ്പ്രസ് വേ കൂടെയാണ്. ഒരു വണ്ടി പോലും ഇല്ല, കണ്ടില്ല, 6 വരി പാത. ഇത് 4 സ്റ്റേറ്റ്സ് കവർ ചെയ്ത് പോകുന്നതാണ്. അതായത് നമ്മുടെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, ഈ 4 സ്റ്റേറ്റ്സിൽ കൂടെയാണ് ഈ ഹൈവേ പാസ് ചെയ്ത് പോകുന്നത്.
അത് 1225 എത്രയോ കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു ഹൈവേ. കണ്ടില്ല, ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 100 നമുക്ക് അതിൽ മേളിൽ പോകാൻ പറ്റില്ല. ഇത്രയും നല്ല വഴി ഉണ്ടാക്കിയിട്ടിട്ട് അത് അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് മറ്റേ ക്യാമറ, സ്പീഡ് ക്യാമറ ഉള്ള. അപ്പൊ നമുക്ക് 100ന് മേളിലേക്ക് കയറാനും പറ്റത്തില്ല. കണ്ടില്ല, ഒരു വണ്ടി പോലും ഇല്ല. എവിടെയെങ്കിലും വല്ലപ്പോഴും വല്ല ട്രക്കോ ലോറിയോ കാറോ കണ്ടാലായി. നമുക്ക് ദൂരേക്ക് ഒരു ഇങ്ങനെ നീണ്ടു കിടക്കണുണ്ട്, ഒരു വണ്ടി പോലും ഇല്ല. ഇടക്കൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ടല്ലോ. ആണല്ലേ? ഓ, അതാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചാടി പോവാ. ഇതേ കണ്ടില്ലേ, നമ്മളിപ്പോ രാജസ്ഥാനിലേക്ക് കേറി. കിലോമീറ്ററുകളായിട്ട് ഇതേ 2 സൈഡും മരുഭൂമിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുവാണ് മരുഭൂമികള്. ഇവിടെ ഒരു പെട്രോൾ പമ്പോ ഒരു കടയോ ഒന്നും തന്നെ ഇല്ല ഈ വഴി. കേറി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഈ 1000 കിലോമീറ്റർ ഇപ്പൊ നമ്മള് കേറിയിട്ട് എത്ര കിലോമീറ്റർ ആയി കാണും? ഇതുവരെ ഒരു പെട്രോൾ പമ്പോ ഒരു ഷോപ്പോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ആദ്യം മറ്റേ പഞ്ചാബ് ആയിരുന്നപ്പോഴത്തേക്കും 2 സൈഡ് ഫുള്ള് മറ്റേ പാടങ്ങളായിരുന്നു, ഗോതമ്പ് പാടം. അപ്പൊ രാജസ്ഥാനിലേക്ക് കേറി 2 സൈഡും മരുഭൂമി. വെയിലാണെങ്കിലോ നല്ല ചുട്ടു പൊള്ളട വെയില്. എവിടെയെങ്കിലും ഒന്ന് നിർത്തി 42 ഡിഗ്രി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഫ്രഷ് ആവാന്നൊക്കെ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാല് എവിടെയും നിർത്താൻ പറ്റൂല. ഈ ഒറ്റൊരു റൂട്ട് ഇങ്ങനെ കിടക്കുക. ഇവിടെ എന്താണാവോ? നമ്മളിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 566 കിലോമീറ്റർ നമ്മള് ഓടി. ഈ സെയിം റൂട്ട് തന്നെ കണ്ടില്ലേ? പോയിക്കോണ്ടിരിക്കണേ, വെറുതെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കണേ. 2 സൈഡും മരുഭൂമി. ഒരു മനുഷ്യരെ കാണാനോ, ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ ട്രക്കും ഓരോരോ കാറും കാണാം. 120-140 കിലോമീറ്ററിൽ ഇങ്ങനെ ക്യാമറ വരുമ്പോ ഒന്ന് കാലും പതിയെ ഒരു 100 കൊടുത്താ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് 120-140. എത്ര നേരെ 500 കിലോമീറ്റർ നമ്മൾ ഈ ഒറ്റ റോഡിൽ കൂടെ. ഇനിയുണ്ട് 500. അതായത് ജംനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അത്രയുമാണ് 1200 എത്രയോ കിലോമീറ്റേഴ്സ് ഈ ഒരു എക്സ്പ്രസ് ഹൈവേ. കണ്ടില്ല, 2 സൈഡും മരുഭൂമി. ഒരു ഹോട്ടലോ ഒരു അവര് ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും എല്ലാം വർക്കിംഗ് ആവും. കാരണം എല്ലായിടത്തും പണിയുന്നുണ്ട്. ഇതുപോലെ പെട്രോൾ പമ്പും ഫുഡ് കോർട്ടും എല്ലാം പണിയുന്നുണ്ട്. നമ്മൾ 2-3 സ്ഥലത്തൊക്കെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയപ്പോഴും അത് തുടങ്ങിയിട്ടില്ല. അതായത് പെട്രോൾ പമ്പിന്റെ കൂടെ തന്നെയാണ് ഫുഡ് കോർട്ട്. അങ്ങനെ പണി ചെയ്തോണ്ടിരിക്കുന്നത്, തീർന്നിട്ടില്ല. ആകെ 1-2 സ്ഥലത്ത് മാത്രം പെട്രോൾ പമ്പ് ഇപ്പൊ വർക്കിംഗ് ആയി തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ പെട്രോൾ അടിച്ചത്. അല്ലാണ്ട് ഈ വഴി കയറി കഴിഞ്ഞാൽ ഒന്ന് ടോയ്ലറ്റിൽ പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഈ ഒറ്റ റോഡ് അത് വർക്കിംഗ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇടക്കിടക്ക് ഫുഡ് കോർട്ടും പെട്രോൾ പമ്പും വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇപ്പം അത് ഓൺ ദ വേ അല്ലേ, പ്രോസസ്സിങ് ആണത്. ആയിട്ടില്ല. അതേ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് മരുഭൂമി. രാജസ്ഥാനിലെ മരുഭൂമിയിലൂടെ ഞങ്ങൾ യാത്ര തുടരുന്നു. കണ്ടില്ലേ, പ്രാണികൾ വന്ന് അടിച്ചിട്ട് ചില്ല് ഫുള്ള് കണ്ടില്ലേ, മൊത്തം കണ്ടില്ലേ പാടാണ്. പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ വന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും.
ഇപ്പോഴാണ് നമ്മള് മലകളൊക്കെ കാണാൻ തുടങ്ങിയത്. ഒരു 700 കിലോമീറ്ററാണ് നമ്മളൊരു ലൂപ്പിൽ പെട്ട പോലെയാണ്. ഈ ഒരേ മരുഭൂമി കൂടെ തന്നെ ഇങ്ങനെ പോയി 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 എന്താണെന്നുള്ള ഒന്നും നമ്മളെപ്പോഴാണ് ഇതിൽ കയറിയെന്നോ ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒറ്റ ആ ഒരു റോഡ് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ചേഞ്ചസ് കാണാൻ തുടങ്ങിയത്, മലകളൊക്കെ വരാൻ തുടങ്ങിയത്. ഇത്രയും നേരം ആ ഒരു ലൂപ്പിലായിരുന്നു ഇങ്ങനെ പോയി അത് കണ്ടത് ഇങ്ങനെ 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 വീണ്ടും വീണ്ടും വീണ്ടും. എന്തോ നമ്മള് രാവിലെ കയറിയില്ലേ ഈ റോഡില്, ഇപ്പൊ ഭയങ്കര സുഖം ഉണ്ടാവും ഓടിക്കാൻ. നമുക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടാ ഇതുവരെയായിട്ടും ഒരു ക്ഷീണം ഒന്നും തോന്നിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി, അവിടെ ഒരു ധാബ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ വീണ്ടും ഓടിക്കാൻ തുടങ്ങിയത്. 700 കിലോമീറ്റർ ഓടിക്കുന്നത് വേറും നമുക്ക് ഒരു ക്ഷീണമില്ല. ഇന്നൊരു ദിവസം കൊണ്ട് നമ്മൾ എത്ര 700 ചില്ലാനം 750 മേളിൽ ഓടിച്ചല്ലേ ഇത്രയും നേരം കൊണ്ടിട്ട്. മണി 7 നമ്മള് രാവിലെ 9 കിലോമീറ്റർ ഓടിക്കാം. ഇതേ ഈ സെയിം റൂട്ടാണ്. ഇത് കണ്ടില്ലേ, ഒരാള് ഇങ്ങനെ മണ്ണെടുത്ത് അതിന്റെ പൊക്കത്തിട്ട് വീട്ടിലെന്നാ അല്ല എനിക്കാ പിന്നെ അവനെ കുളിപ്പിക്കാൻ വേണ്ടി അവനെ പിടിച്ചെടുത്തട്ടാ കുത്തി മലത്തിക്കളയത്. 4 2 ഇഡ്ഡലി ഇപ്പൊ ഞങ്ങളുള്ളത് രാജസ്ഥാനിലാണ്. ഇവിടെ ഈ കാണുന്ന ഒരു ഹോട്ടലിലാണ്, മട്ടു ഇന്റർനാഷണൽ ഹോട്ടൽ മട്ടു. ഇവിടെ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത് രാത്രി നമ്മള് ഹൈവേന്ന് ഇന്നലെ കാണിച്ച ഹൈവേന്ന് ഞങ്ങൾ ഇറങ്ങി വേറൊരു ഹൈവേ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹോട്ടൽ കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. അപ്പൊ അതേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുവാണ്. കണ്ടില്ലേ, പൊരിഞ്ഞ വെയിലാണ്, പൊരിഞ്ഞ വെയില്, നല്ല വെയിലാ. ഇവിടെ ഇപ്പൊ ഡിഗ്രി 45. അപ്പൊ ഞങ്ങള് ഇവിടെ ആദ്യം കറങ്ങാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ ഇന്നലെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ ആൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ ഇത് കറങ്ങാനുള്ള ടൈം അല്ല, കാരണം ഇവിടുത്തെ ഇത് വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വയ്യാണ്ടാവും. അപ്പോൾ മെയിൻ ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഡിസംബറിലാണ്. അപ്പൊ -2 -5 വരെയൊക്കെ ഇവിടെ ടെമ്പറേച്ചർ പോകും. ഇപ്പൊ 50-45 ആ ഒരു ഡിഗ്രിയാണ്. പിന്നെ ജയ്സൽമേറൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ എന്താ കയറട്ടെ വണ്ടിയില്. അതെ, വണ്ടിയിൽ കയറി. അപ്പൊ ജയ്സൽമേറിൽ എത്രയാണ് 50 ഡിഗ്രി വരെ പോകുന്നാണ് പറയണത്. ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇപ്പൊ തന്നെ ഒന്ന് പുറത്തിറങ്ങി നിന്നപ്പോ തന്നെ വേർത്ത് കുളിച്ച്, അങ്ങനെ പൊള്ളുന്ന ചൂടാ. അപ്പൊ ഇനിയിപ്പോ സ്ട്രെയിറ്റ് ടു മുംബൈയില് നമുക്കിനി നേരെ പോകേണ്ടത് കോയമ്പത്തൂരിലേക്കാണ്. അപ്പൊ മുംബൈ വഴിയാണ് പോകേണ്ടത്. അപ്പൊ ഇന്ന് എന്തായാലും മുംബൈ എത്തുമായിരിക്കും, നോക്കാം. ആ മുന്നിൽ കാണുന്ന ഹൈവേ കൂടെയാണ് നമ്മൾ ഇന്നലെ വന്നത്, കണ്ടില്ലേ, എക്സ്പ്രസ് വേ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ച് ഈ വഴി നമ്മൾ ഇന്നലെ രാത്രി വന്നു. പക്ഷെ ഇവിടെ എങ്ങും സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ആകെ ഇരുട്ട് കൂടി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെ രാത്രി ആയല്ലോ നമ്മൾ ഇവിടെ ഒരു 8 മണിയൊക്കെ ആയി. ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ വെട്ടവും എല്ലാം കാണും. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടാണ് നമ്മൾ അവിടെ റൂം എടുത്തത്. അത് നമുക്ക് രാത്രി ഇതില് പോവാൻ വേണ്ടി പറ്റത്തില്ല. ഇനിയിപ്പോ രാവിലെ ഇറങ്ങി ദേ വീണ്ടും യാത്ര തുടർന്നു. ഇനിയിപ്പോ എത്ര കിലോമീറ്റർ ഉണ്ട്? 2313 കിലോമീറ്ററും കൂടെ ഞങ്ങൾക്ക് ഓടാനുണ്ട് കോയമ്പത്തൂരിലേക്ക്. പക്ഷെ എന്തായാലും അതിനു മുമ്പ് മുംബൈ ആ റൂട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മളിപ്പോ ഗുജറാത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ,
ഹൈവേ ആണ്, ഹൈവേ. പക്ഷെ വളരെ ശോകം. ഫുള്ള് ട്രക്കുകളും, അതും വൺ ലൈൻ സിംഗിൾ ലൈൻ ആണ്. ഇങ്ങനെ പോയി ഇങ്ങനെ എപ്പോ എത്തുന്നാവോ? ഹൈവേ ഇത് എന്ത് ഹൈവേ എന്ന് എനിക്ക് മനസ്സിലാവും. ഭയങ്കര പണി ഇതിലെ കണ്ടില്ലേ? സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. അപ്പുറത്തിപ്പുറത്തും കുറെ കൃഷിയും, ചോള കൃഷി അവിടെ നടക്കുന്നു. നമ്മുടെ മോദിജിന്റെ നാടാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഇനി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അറിയത്തില്ല? മഹാത്മാഗാന്ധി ജനിച്ച നാട് ഗുജറാത്ത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അഹമ്മദാബാദ്. അങ്ങനെ നമ്മളിപ്പോ അഹമ്മദാബാദ് എത്തി. നമ്മള് സിറ്റിയിൽ കയറിയില്ല, അതിന്റെ ഔട്ടറിലൂടെയാണ് പോകുന്നത്. റോഡൊക്കെ ഭയങ്കര മോശം. ഈ സിംഗിൾ ലൈനും ഡബിൾ ലൈനൊക്കെയാണ് വന്നത്. ഇത്രയും നേരമായിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ ഓടിക്കണം? മാക്സിമം 200 ഓടി. ഇന്നലെ ഈ സമയം കൊണ്ട് നമ്മൾ ഇന്നലെ എത്ര കിലോമീറ്റർ ഓടി മറ്റേ എക്സ്പ്രസ് ഹൈവേയില്? അതാണ് വ്യത്യാസം. ഇവിടെ ഇങ്ങനെ വണ്ടികളും എല്ലാം ട്രക്കും ഒക്കെ കൂടെ വന്നിട്ട് നമുക്ക് നേരക്ക് പോവാൻ പറ്റുന്നില്ല. ഇപ്പൊ സിറ്റിയിലേക്ക്, സിറ്റിയാണ് ഏകദേശം, പക്ഷെ ടൗണിലേക്ക് നമ്മൾ കയറുന്നില്ല. അഹമ്മദാബാദ് സെന്ററിലേക്ക് നമ്മൾ കയറുന്നില്ല. ഇവിടെ എന്തൊക്കെയോ വിൽക്കാനിട്ടുണ്ട്, എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. പല കളറുണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഫുള്ള്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് ഹൈവേ കൂടെയാണ്. ഇവിടെ സൈഡില് ഫുള്ള് കിടക്കുന്നതാണ്, കണ്ടില്ലേ? പൂത്തൊലഞ്ഞിങ്ങനെ നിക്കണ ഒരുപാടുണ്ട്. അത് കൊറേ കഴിഞ്ഞു പോയി, അതിങ്ങനെ നിറഞ്ഞു നിക്കണായിരുന്നു അതിന്റെ അകത്ത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വിഷുവും തീർന്നു. ഇങ്ങടുത്ത് കുറച്ച് കൊണ്ടുപോകാനല്ലേ? ദൂരം വരുന്ന അറിയാന്ന് വെച്ചത് മുട്ടിച്ച് 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 ഇങ്ങനെ ഫുള്ള് അതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതേ ഡൽഹി ടു മുംബൈ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 1 2 3 4 5 6 6 12 ഏറ്റവും വലിയ എക്സ്പ്രസ് ഹൈവേ ഡൽഹി ടു മുംബൈ, ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് നമ്മൾ കയറി. 12 ലൈന്. ഏതോ ഒരു പുഴയുടല്ല, വലിയൊരു പുഴയുടെ അതിന്റെ ക്രോസിംഗ് ആണ്. രസം നോക്കിയാ പാലം. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി മുംബൈ നാഷണൽ എക്സ്പ്രസ് വേ. ഞങ്ങളങ്ങനെ രാത്രി ആയപ്പോഴേക്കും മഹാരാഷ്ട്ര എത്തിയായിരുന്നു. ഇവിടുന്ന് മുംബൈയിലേക്ക് ഒരു 60 കിലോമീറ്ററും കൂടി ഉണ്ട്. അങ്ങനെ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴതാ ഫുള്ള് ട്രാഫിക് ജാം. കണ്ടില്ലേ? റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിക്കുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നവരുടെ തിരക്കാണ് ഈ കാണുന്നത്. നമുക്കിനി സ്ട്രെയിറ്റ് കോയമ്പത്തൂരാണ് പിടിക്കേണ്ടത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കോയമ്പത്തൂരിലേക്ക്. നല്ല പെരും മഴ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? എന്താണെന്ന് ഒരു പിടിയില്ല. എന്താ വലുത് നോക്കിയേ. ആഹാ, അത് തന്നെ. ഇതെന്താ സംഭവം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞല്ലേ. നമ്മൾ കർണാടകയിൽ കൂടെ പോകുമ്പോഴത്തേക്കും കണ്ടതാണിത്. അങ്ങനെ ഞങ്ങള് ഫൈനലി എവിടെ എത്തി? കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ എത്തിയിട്ടില്ല, ഇനിയായിട്ട് ഒരു 150 കിലോമീറ്ററും കൂടെ.
ഇന്നലെ ഞങ്ങള് രാവിലെ മഹാരാഷ്ട്ര ഇവിടെ മുംബൈ എത്തണേന് മുമ്പ് ധാനെ എത്തണേന് മുമ്പ് അവിടെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് ഇന്നലെ രാവിലെ 10 മണിക്ക് ഞങ്ങള് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ സമയം എത്രയായി? 6:15. നോൺ സ്റ്റോപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 1400ഓളം കിലോമീറ്റർ ഞങ്ങള് നോൺ സ്റ്റോപ്പ് രാത്രി കംപ്ലീറ്റ് വണ്ടി ഓടിച്ചത്. ഇപ്പൊ രാവിലെ ആയപ്പോഴത്തേക്കും കോയമ്പത്തൂര് എത്താനായി. എന്തായാലും ഒരു 7-8 മണിയാകുമ്പോഴത്തേക്കും കോയമ്പത്തൂർ എത്തും. ആന്റിന്റെ വീട് എത്തും എന്തായാലും, അല്ലേ? പിന്നെ നല്ല ക്ഷീണം. ഫുൾ നൈറ്റ് ഡ്രൈവ് ചെയ്യണേ. രണ്ടുപേരും ഇവിടെ നല്ല ഉറക്കമാണ്. കണ്ടില്ലേ, അവരൊന്നും അറിഞ്ഞിട്ടില്ല. അവര് രാത്രിയായപ്പോ ഉറങ്ങാൻ കയറി, ഇടക്കൊന്ന് എണീറ്റ് പിന്നെയും ഉറങ്ങി. ഞങ്ങളിതേ ഫുൾ നൈറ്റ് ഇരുന്നിട്ട് ലോങ് ജേർണി ആയിരുന്നു. അങ്ങനെ റെക്കോർഡ് അടിച്ചു 1400 കിലോമീറ്റർ. അതെ അതെ. അങ്ങനെ ദേ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. അതന്നെ, ഇവിടുന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങി, ഇവിടെ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ദേ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങി. ഇപ്പോ ഓൺ ദ വേ ടു ഇങ്ങോട്ടോ കൊച്ചി. വീട്ടിലേക്ക് തിരിച്ചു പോണു. ഒരു 3 ആഴ്ചത്തെ, അതായത് 21 ഇവിടെ വന്നിട്ട് 2 ദിവസം കൂടെ നിന്ന് അങ്ങനെ 23 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞതേ തിരിച്ച് വീട്ടിലേക്ക് പോണു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാനുണ്ടല്ലേ ഇവിടെ യൂണിക്കോണും വാങ്ങി 2 മീനും വാങ്ങി. വളർത്താനുള്ള 2 മീനും വാങ്ങിച്ചിട്ടുണ്ട്, ഒരു യൂണിക്കോൺ. ഇങ്ങനെ ദേ വാളയാറെത്തി. നമ്മള് ദേ കേരളത്തിലേക്ക് കയറുന്നു. എത്ര നാൾക്ക് ശേഷം. ദേ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ വളയം എന്റെ കയ്യിൽ കിട്ടി. ഇത്രയും ദിവസം ചോദിച്ചിട്ട് തന്നില്ല, ഇപ്പോഴാണ് തന്നത്. വീട്ടിലേക്ക് പോണ നേരത്ത് കണ്ട. എല്ലാരും ഉറങ്ങണെങ്കിലൊക്കെ ഉറങ്ങിക്കോട്ടോ. ഇനി എടപ്പള്ളി സ്റ്റോപ്പില്ലാട്ടോ, വേണമെങ്കിൽ ആലുവ നിർത്താം. പിന്നെ എന്റെ ഉമ്മിയെ ഓടിക്കണം കണ്ട്. വണ്ടിക്ക് ഇപ്പോഴാണ് വണ്ടി കയ്യിൽ കിട്ടിയത്. അതെ, ഇപ്പഴ കോയമ്പത്തൂരില് ഇറങ്ങിയപ്പോ വണ്ടി ഓടിക്കണം പറഞ്ഞ വാശി പിടിച്ചതേ ഓടിക്കാൻ തന്നത് ആണ് അവസ്ഥ. നമ്മളിപ്പോ തൃശ്ശൂരെത്തി. ഇനി അടുത്തത് എറണാകുളം. കണ്ടില്ലേ, സ്വന്തം നാട്ടിലേക്ക് വരുമ്പോ വല്ലാത്തൊരു ഫീലാണല്ലേ. എങ്ങനെയുണ്ട്? കേരളത്തിലേക്ക് തിരിച്ചു കയറിയപ്പോ ഇത്രയും ദിവസത്തിന് ശേഷം സ്വന്തം നാട്ടിൽ കാലുകെട്ടി. അങ്ങനെ ഫൈനലി ഞങ്ങൾ എടപ്പള്ളി എത്തി. എടപ്പള്ളി ടോൾ സ്കൂളിലേക്ക് പോകാനുള്ള വഴി. കണ്ടില്ലേ, ഇതുവരെ നമ്മൾ ടോട്ടൽ 8250 കിലോമീറ്റർ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീടെത്താനായപ്പോൾ നമ്മൾ ഈ 23 ദിവസം കൊണ്ട് ഓടിച്ച കിലോമീറ്റേഴ്സ്. ഇതാണ് ഞങ്ങളുടെ നാട്. ഇനി ഇത് ഏതാ സ്ഥലം? കേരള. അല്ല, ഇത് ഏത് സ്ഥലം എന്ന് പറ. കറുകപ്പള്ളി. ഞങ്ങളുടെ നാടെത്തി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നേരെ പോയിരുന്ന ആ കണ്ണൂർ സ്റ്റോപ്പ് കണ്ടില്ലേ, കാണിച്ചത് നേരെ വെച്ചിട്ട് ആ കണ്ണൂർ സ്റ്റോപ്പ്, ആ സ്റ്റോപ്പിലാണ് സ്റ്റോപ്പ്. ഈ കണ്ണൂർ വെള്ള സ്റ്റോപ്പ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഞങ്ങളുടെ വഴി. കേറി പിള്ളേരൊക്കെ ഫുള്ള് ഹാപ്പി. വീട്ടിൽ തിരിച്ചെത്തണേന്റെ സന്തോഷം.
അങ്ങനെ ഞങ്ങളുടെ 3 ആഴ്ചയോളം നീണ്ടു നിന്ന കൊച്ചി ടു കാശ്മീർ യാത്ര ദേ ഇവിടെ വിരാമം ഇടുകയാണ്. ഇനിയും ഇതുപോലെയുള്ള യാത്രകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നാളും കൂടെ നിന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തുടരണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.